കേരളത്തിലെ സ്വർണ്ണ പ്രേമികൾക്കും ഇപ്പോൾ പണി കൊടുത്തിട്ടിരിക്കുകയാണ്. സംഗതി വേറൊന്നുമല്ല, സ്വർണം ഇങ്ങനെ വില കുതിച്ചുയരുകയാണ്. ഒരു സാധാരണ കുതിച്ചുയരല് അല്ല, അസാധാരണമായിട്ടുള്ള വിലയാണ് ഇപ്പോൾ സ്വർണത്തിന് വരുന്നത്. ഈ തീരുവ യുദ്ധം വന്നതോടുകൂടി സ്വർണ്ണ വില കുതിച്ചുയർന്നു എന്നുള്ളതാണ് വരുന്നത്. നമുക്കറിയാം, ഒരു സാധാരണ ഒരു കുറഞ്ഞ പണിക്കൂലിയിൽ ഇന്നത്തെ വില നിലവാരം അനുസരിച്ച് സ്വർണം വാങ്ങുവാണെങ്കിൽ 74,000 രൂപയാണ്. കണ്ണൊന്നും തള്ളണ്ട, സത്യമാണ് പറയുന്നത്. 74,000 രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഒരു കുറഞ്ഞ പണിക്കൂലിയിൽ. അതായത് സ്വർണത്തിന്റെ വില ഗ്രാമിന് 2,160 രൂപ വർദ്ധിച്ച് 68,480 രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തില് വില വന്നിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വില വർധനവ് ഉണ്ടായിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. നമുക്ക് തന്നെ അറിയാം, കഴിഞ്ഞ മാസങ്ങളിലായിട്ട് വലിയ വിലയാണ് സ്വർണത്തിന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം എപ്പോഴും ഒരു അസറ്റായിട്ടാണ് എല്ലാവരും കാണുന്നത്, ഒരു സമ്പാദ്യമായിട്ടാണ്. ചിട്ടിയിലും അല്ല വസ്തുവകളിലും അല്ല മറ്റുള്ള ഓഹരികളിലും ഒക്കെ പണം ഇടുന്നത് പോലെ തന്നെ ഒരു വലിയൊരു സമ്പാദ്യ മാർഗമായിട്ടാണ് സ്വർണത്തെ കേരളത്തിൽ പ്രത്യേകിച്ച് മലയാളികൾ കാണുന്നത്. കാരണം സ്വർണ്ണ നിക്ഷേപം എന്നുള്ളത് എപ്പോഴും ഒരു ലാഭം തന്നെയാണ്. ഒരു 80-85 കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ഒരു 2000 കാലത്തിലോട്ടൊക്കെ വരുമ്പോൾ 7,000 രൂപ പവനിൽ കിടന്നതാണ് പെട്ടെന്നൊരു ഗ്രേഡിങ് ഉയരുകയാണ് സ്വർണത്തിന് ചെയ്തത്. കാരണം നമുക്ക് തന്നെയാണ് ഓരോ മാസവും 400, 500, 1000 വരെ വില വർദ്ധിച്ചിട്ടുള്ള കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇതിപ്പം പറഞ്ഞു വരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ യുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കി എന്നുള്ളതാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം ചരിത്രത്തിൽ ആദ്യമായി $100 അധികമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണവില $3,126 രൂപയുടെ വിനിമയ നിരക്ക് 86.23 ഇപ്പോൾ നിലനിൽക്കുന്നത്. സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന് പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ചെയ്ത സ്വർണ്ണ വ്യാപാരികളുണ്ട്. കാരണം നേരത്തെ വില കുറയുമെന്ന് കരുതി നേരത്തെ ഈ വ്യാപാരികള് ബുക്ക് ചെയ്തിടുമ്പോൾ അവർക്കത് വലിയ ലാഭമായിരിക്കും. കാരണം വില ഇന്നത്തെ വില അനുസരിച്ചല്ല, അന്നത്തെ വില അനുസരിച്ച് ഒരു ബുക്ക് ചെയ്യുമ്പോൾ അന്ന് സ്വർണം വാങ്ങിക്കുമ്പോൾ അവർക്ക് വില കുറയും. പിന്നീട് അവർക്ക് വിപണിയിലേക്ക് എത്തി അത് ഈ പറഞ്ഞതുപോലെ സ്വർണം വാങ്ങുന്നവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് അതിന്റെ പണിക്കൂലിയും കൂടെ ചേർത്ത് വലിയൊരു ലാഭം തന്നെ അവർക്കുണ്ടാവും. അത്തരത്തിൽ ഇവര് പലപ്പോഴും സ്വർണ്ണ വ്യാപാരികൾ എന്ത് ചെയ്യും, നേരത്തെ ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ അവർക്ക് ഒരു വലിയൊരു തിരിച്ചടി തന്നെ, വലിയൊരു നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത്. ഇന്നലെയും സ്വർണ്ണ വിലയിൽ വർധനവുണ്ടായിരുന്നു. ഇന്നലെ 520 രൂപയാണ് വർദ്ധിച്ചിരുന്നത്. ഇതോടെ 2 ദിവസം കൊണ്ട് വർദ്ധിച്ചത് 2,680 രൂപയാണ് ഇപ്പോൾ സ്വർണ്ണ വില വർദ്ധിച്ചിരിക്കുന്നത്. 1 ഗ്രാം അതായത് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 8,560 രൂപയാണ്. 1 ഗ്രാം അതായത് 18 ക്യാരറ്റ് സ്വർണത്തിന്റെ വില 7,050 രൂപയും. വെള്ളിയുടെ വിലയും ഇത്തരത്തിൽ ഉയർന്നിട്ടുണ്ട്. സാധാരണ 1 ഗ്രാം വെള്ളിയുടെ വില 105 രൂപയാണ്. ഏപ്രിൽ 1 1 പവൻ സ്വർണത്തിന് 680 രൂപയാണ്. അതിലാണ് ഇപ്പോൾ ഇത്രയധികം വില വർദ്ധിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം, മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ സ്വർണത്തിനോട് ഒരു ഹരമാണുള്ളത്. മലയാളികൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക് സ്വർണത്തിനോട് ഒരു അമിതമായിട്ടുള്ള ഒരു ആഗ്രഹമുണ്ട് മറ്റെന്തിനേക്കാളും. എന്നാൽ വിദേശ രാജ്യങ്ങൾ അത്രത്തോളം ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഇന്ത്യക്കാര് സ്വർണത്തെ കുറച്ചുകൂടി സ്നേഹിക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ ഡെയിലി വെയറിങ്സ് ആയിട്ട് അത് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനപ്പുറം ഇപ്പൊ പുരുഷന്മാരും ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗം കൂടുതലാണ്. അതിനി മറ്റെന്തൊക്കെ ഉൽപ്പന്നങ്ങൾ വന്നാലും ഒരു യുവതലമുറ വരുമ്പോൾ അവരുടെ ട്രെൻഡിങ് രീതി മാറുന്നുണ്ടെങ്കിലും ഒരു സാമ്പത്തിക നിക്ഷേപം എന്നുള്ള രീതിയിൽ മലയാളികൾ എപ്പോഴും സ്വർണം സൂക്ഷിക്കാറുണ്ട്, ലോക്കറുകളിൽ വെക്കാറുണ്ട്. പക്ഷെ അവർ ഇടുന്നത് ചിലപ്പോൾ ഇപ്പോൾ വരുന്ന തലമുറകളൊക്കെ കുറവായിരിക്കാം. എന്ന് തന്നെയാലും സ്വർണം എപ്പോഴും ഒരു അസറ്റായിട്ടും അതിനെ അധികമായിട്ട് അതിലോട്ട് ഭ്രമമുള്ളവരുമാണ് കൂടുതലും ഇന്ത്യയിൽ മാത്രമല്ല, പ്രത്യേകിച്ച് മലയാളം മാത്രമല്ല, തമിഴരും കർണാടകയിലുള്ളവരും ഒക്കെ കൂടുതൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഒരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. അതേസമയം സ്വർണം അസറ്റായിട്ട് വെച്ചിരിക്കുന്ന നേരത്തെ ഉള്ളവരുണ്ട്, അതായത് കുറെ സ്വർണങ്ങൾ വാങ്ങി വെച്ചവരുണ്ട്.
അവർക്ക് ഇതിപ്പോ ഒരു ലാഭമായിരിക്കും. കാരണം നേരത്തെയുള്ള സ്വർണങ്ങൾ ഇപ്പോൾ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഇപ്പോൾ വിൽക്കുകയാണെങ്കിൽ ഒരു വൻ സാമ്പത്തിക ലാഭം തന്നെ അവർക്ക് മുതലാക്കാൻ പറ്റും ഈ ഒരു സന്ദർഭത്തിൽ. പിന്നീട് ഇത് കൂടുകയാണെങ്കിൽ പിന്നീട് ഒന്നും വാങ്ങാൻ പറ്റില്ല. അതും കൂടെ ശ്രദ്ധിച്ച് വേണം വിൽപ്പന നടത്താൻ. വസ്തുക്കളൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ ചെറിയ വിലയ്ക്ക് വാങ്ങിയിട്ട് വലിയ വിലയ്ക്ക് വിൽക്കാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു വിൽപ്പന നടത്തുമ്പോൾ വലിയൊരു തുകയാണ് അവിടെ ലാഭം ഉണ്ടാകുന്നത്. ഇപ്പോൾ സ്വർണ്ണ വിപണിയിലും അത്തരത്തിൽ ഒരു ബിസിനസ് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം നമുക്കറിയാം ഒരു 2-3 കൊല്ലത്തിനൊക്കെ മുമ്പ് 25,000, 20,000 അല്ലെങ്കിൽ 30,000 ആ ഒരു റേഞ്ചിലായിരുന്നു സ്വർണം വാങ്ങിയിരുന്നത്, അല്ലെ സ്വർണത്തിന്റെ വില. അപ്പൊ അങ്ങനെ വാങ്ങി വെച്ചവര് അല്ലെങ്കിൽ കല്യാണങ്ങൾക്കും മറ്റുമൊക്കെ ആയിട്ട് വാങ്ങി വെച്ചവർക്ക് ഇപ്പോൾ വിൽക്കുമ്പോൾ 68,000 രൂപയിലധികം സ്വർണത്തിന് നേടാൻ പറ്റും. അത് വലിയൊരു ലാഭം തന്നെയായിരിക്കും. സ്വർണം അങ്ങനെ അത്തരത്തിൽ ഇപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ബിസിനസ്സിനോ ഒക്കെ ഏർപ്പെടുന്നവർക്ക് ഈ ഒരു സ്വർണം ഇപ്പോൾ വിൽക്കുമ്പോൾ ഇത് ഇപ്പോൾ ഒരു കറക്റ്റ് സമയമാണ്, ഒരു പീക്ക് സ്റ്റേജ് എന്ന് തന്നെ പറയാം. അങ്ങനെ സ്വർണം വിറ്റിട്ട് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ടാണെങ്കിൽ സ്വർണം വിൽപ്പന നടത്തുന്നത് വലിയൊരു പീക്ക് സ്റ്റേജ് അല്ലെങ്കിൽ നല്ലൊരു സന്ദർഭം തന്നെയാണ് ഇത്. എന്നാൽ അനാവശ്യമായിട്ട് സ്വർണം ഈ ഒരു ലാഭം കണക്കാക്കി കൊടുക്കുന്നതിനോടും യോജിക്കാൻ പറ്റില്ല. കാരണം അത്തരത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇനിയും ഈ വില ഉയർന്നേക്കാൻ സാധ്യതയുണ്ട്. കാരണം തീരുവ യുദ്ധം ട്രംപ് തൽക്കാലം 90 ദിവസത്തേക്കൊന്ന് നിർത്തി വെച്ചേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തീരുവ യുദ്ധം തുടരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വിപണിയിൽ സ്വർണ്ണ വില ഇതിലും അധികം ഇപ്പൊ 74,000 എന്നുള്ളത് 1,00,000 കുതിച്ചുയരാൻ സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു നേരത്തെ വാങ്ങി വെച്ചവർക്ക് അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സ്വർണത്തിൽ നിക്ഷേപിച്ചവർക്ക് അത് വലിയ ഒരു ലാഭമായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത്. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് എന്നാൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. മാത്രമല്ല വിപണനം, അതായത് ഈ ഒരു ബിസിനസ് കുറച്ച് തകരാൻ, അതായത് ഒന്ന് പിൻവലിയാൻ സാധ്യതയുണ്ട്. കാരണം ഒരു ടാക്സ് കൂടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു വില നിലവാരം ഉയരുമ്പോഴത്തേക്കും ജനങ്ങൾ ഇത് വാങ്ങാൻ സാധ്യത കുറവാണ്. അതായത് സ്വർണത്തിലേക്കുള്ള അവരുടെ ഒരു ഭ്രമം മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ഭ്രമം മാറുകയാണെങ്കിൽ സ്വർണ്ണ വിപണി അത് വളരെയധികം പ്രതികൂലമായിട്ട് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആഗോള തലത്തിൽ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഇത്തരത്തിൽ വലിയൊരു തിരിച്ചടി സ്വർണ്ണ വ്യാപാരികൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോ സ്വർണ്ണമൊക്കെ മാറി ഡയമണ്ടിലേക്ക് ജനങ്ങൾ തിരിയുകയാണെങ്കിൽ, ഇപ്പം 24 ക്യാരറ്റ് എന്നുള്ളത് 18 ക്യാരറ്റിലേക്ക് മാറി അത്തരത്തിലുള്ള കുറെ സ്വർണങ്ങളൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഓർണമെന്റ്സുകൾ ഇപ്പോഴും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പിന്നെ വെള്ളി വരുന്നുണ്ട്. അങ്ങനെയൊക്കെ ജനങ്ങളുടെ ഭ്രമം അതിലേക്കൊക്കെ തിരിയുവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ ഉയരുവാണെങ്കിൽ സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ പറ്റില്ല. പക്ഷെ അതിനപ്പുറം ഒരു ബിസിനസ് എന്നുള്ള രീതിയിലാണെങ്കിൽ സ്വർണ്ണ വ്യാപാരം തന്നെ ഉണ്ടല്ലോ, വലിയ മുതൽ മുടക്കുള്ള വ്യാപാരങ്ങൾ തന്നെയാണെങ്കിൽ ഈ നിക്ഷേപങ്ങളിൽ ജനങ്ങൾ കുറച്ച് ആകൃഷ്ടരാകും. കാരണം സ്വർണ്ണ നിക്ഷേപത്തിലോട്ട് ജനങ്ങൾ തിരിയും. സാമ്പത്തികമായിട്ട് മറ്റുള്ള ഓഹരികൾ വാങ്ങുന്നതും വിൽക്കുന്നതിലും അല്ലെങ്കിൽ പ്രോപ്പർട്ടികൾ വാങ്ങുന്ന റിയൽ എസ്റ്റേറ്റിലൊക്കെ കുറച്ച് കുറയാനും ഡൗൺ ആവാനും സ്വർണത്തിലേക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ തിരിയുവാനും സാധ്യത കാണുന്നുണ്ട്. ഏതായാലും തീരുവ യുദ്ധം തുടരുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒരു വിപണികളെ വളരെയധികം സാരമായി ബാധിക്കും. ഇപ്പൊ 74,000 കിടക്കുന്ന സ്വർണം ചിലപ്പോൾ 1,00,000 1,50,000 ഇങ്ങനെ ഉയരാനും സാധ്യതയുണ്ട്. എന്തായാലും സ്വർണത്തിന്റെ വില ഇന്ന് കുറയും നാളെ കുറയും എന്ന് എപ്പോഴും പറയുന്നുണ്ടെങ്കിലും പക്ഷെ ഒരു കാലത്തും കുറഞ്ഞിട്ടില്ല, കൂടുന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല സ്വർണം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പൊ സ്വർണം എപ്പോഴും നല്ലൊരു നിക്ഷേപം തന്നെയാണ്, സാമ്പത്തിക മാർഗം തന്നെയാണ്. ഏതായാലും സ്വർണത്തിൽ ഭ്രമമുള്ളവര് കണ്ണു തള്ളിയിരിക്കുകയാണ്. സ്വർണത്തിൽ ഭ്രമമുള്ളവർ വളരെ നിരാശരാണ്, അല്ലെ സ്വർണത്തെ പ്രേമിക്കുന്നവർ വളരെ നിരാശരാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. കൂടുതൽ സ്വർണം വാങ്ങാതെ ഇനി ഉള്ള സ്വർണമൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ ചിലപ്പോഴൊക്കെ മാറ്റി വാങ്ങുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ട് എന്നെ പോലുള്ളവർക്ക്. അപ്പൊ ഞങ്ങളെ പോലുള്ളവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എന്ത് തന്നെയായാലും ഇനി പ്രത്യേകിച്ച് മലയാളികളുടെ സ്വർണ്ണഭ്രമം കുറയുമോ, അല്ലെ സ്വർണത്തിലുള്ള അമിതപ്രേമം കുറയുമോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാണാം.